പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ നിർത്തിവെച്ചു. 12 മണിവരെയാണ് രാജ്യസഭയും ലോക്സഭയും നിർത്തിവെച്ചത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലും പ്രതിപക്ഷം ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം കൈക്കൊള്ളുന്നത്. എല്ലാ വിഷയവും ചർച്ച ചെയ്യാമെന്ന കേന്ദ്ര സർക്കാർ വളരെ ആധികാരികമായി പാർലമെന്റിൽ പറഞ്ഞിട്ടും ചർച്ചയ്ക്ക് പോലും ഉള്ള സമയക്രമം പാലിക്കാതെ ഇരുസഭകളും ബഹളം കൊണ്ട് തടസ്സപ്പെടുത്തുന്നു. സഭ തുടർച്ചയായി സഭാ നടപടികൾ അത് സ്തംഭിപ്പിക്കുന്ന സമീപനം. ഇന്നും പ്രതിപക്ഷത്തിൻ്റെ സമീപനം തുടരുകയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസം ഇന്നും സഭയിൽ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ ബഹളം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായത്. സഭയുടെ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനോ ചർച്ചകൾ നടത്താനോ നേരത്തെ തീരുമാനിച്ചത് പ്രകാരമുള്ള വിഷയത്തിന്മേലുള്ള ചർച്ചകൾ നടത്താനോ ഒന്നും അനുവദിക്കാതെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി രാജ്യസഭയും ലോക്സഭയും നടപടികൾ ആരംഭിച്ചെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതിപക്ഷം ബഹളം വെക്കുകയും അതിരുവിട്ടുകൊണ്ട് സഭാ അധ്യക്ഷന്റെ ചെയറിനടുത്തേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബഹളം വെക്കുകയും ചെയ്തതോടുകൂടിയാണ് രാജ്യസഭയും ലോക്സഭയും 12 മണിവരെ നിലവിൽ നിർത്തിവെച്ചിട്ടുള്ളത്. ഇന്നലെയും സമാനമായി ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും അങ്ങനെ തുടർച്ചയായി സഭാ നടപടികൾ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ കൂടാതെ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇവയിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലും വലിയ ബഹളം പ്രതിപക്ഷം വെച്ചിരുന്നത്. ഇന്നലെ ലോക്സഭയിൽ അർജുൻ രാം മേഘ്വാളും രാജ്യസഭയിൽ JP നദ്ദയും പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയത്തിന്മേൽ വിശദമായ ചർച്ച സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് നടത്താം, നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ, ഏത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതായ ചർച്ചയിലേക്ക് കടക്കാമെന്ന് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി സഭയിൽ അറിയിച്ചെങ്കിലും ആ സമയത്ത് ചർച്ചയ്ക്കിലേക്ക് പോകാതെ അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള അവസരം നൽകാതെ വീണ്ടും ബഹളം വെച്ചുകൊണ്ട് സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതോടുകൂടി ഇന്നിപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം മാറ്റിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. സഭ 12 മണിവരെ നിർത്തിവെച്ചു. തുടർന്ന് പാർലമെന്റിന് സഭയ്ക്ക് പുറത്തേക്ക് വന്നുകൊണ്ട് പാർലമെന്റിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ വർഷകാല സമ്മേളനത്തിൽ ഈ 3 ദിവസത്തെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സഭാ നടപടികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾക്കുതകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനുതകുന്ന ക്രിയാത്മകമായ ചർച്ചകൾ നടക്കേണ്ട രാജ്യസഭയിലും ലോക്സഭയിലും അത്തരം ചർച്ചകൾക്ക് വഴി നൽകാതെ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് അവസരം നൽകാതെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മുൻപും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചർച്ചകൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ആവശ്യങ്ങളും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിരുവിട്ട പ്രതിഷേധം, സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾക്ക് വഴിവെക്കാൻ അവസരമില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം കാഴ്ചവെക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ കാലം മുൻപോട്ട് പോകുമ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം തെറ്റായിരുന്നു. ഉദാഹരണം പരിശോധിക്കുമ്പോൾ ഒരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് പെഗാസസ് വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു. അടുത്തിടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോൾ ആ ഒരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ, വിലപ്പെട്ട സമയം മുഴുവൻ പ്രതിപക്ഷം അന്ന് നഷ്ടപ്പെടുത്തിയത് പെഗാസസിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു. അത്തരം വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ബീഹാർ വോട്ടർ പട്ടികയും ഈ വിഷയങ്ങളിൽ വിശദമായ ചർച്ചയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും JP നദ്ദയും അർജുൻ രാം മേഘ്വാളും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും വ്യക്തമാക്കുമ്പോഴും അത് ചെവിക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം തുടർച്ചയായി ചെയ്യുന്നത്. വിനോദ്, തീർച്ചയായും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനം തന്നെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷം കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഉച്ചവരെ സഭ നിർത്തിവെക്കുന്ന സമീപനമാണ് ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.